A+Rooമിലേക്ക് സ്വാഗതം. നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ, പഞ്ചായത്താകട്ടെ, മുനിസിപ്പാലിറ്റി ആകട്ടെ, കോർപ്പറേഷൻ ആകട്ടെ, അവിടെയൊക്കെ നിങ്ങൾ ഈ അനധികൃത നിർമ്മാണത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പരാതി കൊടുത്ത ആളുകളും ഇല്ലെങ്കിൽ ഈ പരാതി കൊടുത്തതിനെ തുടർന്ന് പ്രതിയായി മാറിയ ആളുകളും ഉണ്ടെങ്കിൽ അവരെല്ലാം കേൾക്കേണ്ട ഒരു എപ്പിസോഡാണ്, ഒരു സംഭവമാണ് ഇന്നത്തേത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ്, മീഡിയ റിപ്പോർട്ട് ചെയ്ത ഒരു വിവരവുമാണ്. ഒരാൾ അയാളുടെ വീടിൻ്റെ മതിലിനോട് ചേർന്ന് അനധികൃതമായി ഒരു നിർമ്മാണം നടത്തി. സ്വന്തം മതിലിനോട് ചേർന്ന് നിർമ്മാണം നടത്തിയതുകൊണ്ട് അദ്ദേഹം സ്വാഭാവികമായും പരാതിക്കാരനായി. പരാതി അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊടുക്കുകയും ചെയ്തു. ഇത് ഒരു സോണൽ ഓഫീസിൻ്റെ പരിധിയിലാണ് വരുന്നത്, തിരുവല്ലം സോണൽ ഓഫീസ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും അത് ഈ തിരുവല്ലം സോണൽ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ഫോർവേഡ് ചെയ്തു. അവിടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികൾ നടന്നു. ഈ അനധികൃത നിർമ്മാണമൊക്കെ ആകുമ്പോൾ അതിന് ചില പ്രോസസ്സുകളുണ്ട്. പ്രൊവിഷണൽ ഓർഡർ കൊടുക്കുക, തുടർന്ന് അവരുടെ എക്സ്പ്ലനേഷൻ വാങ്ങുക, ആവശ്യമാണെങ്കിൽ ഹിയറിംഗ് നടത്തുക. ഹിയറിംഗ് നടത്തിയതിന് ശേഷം കൺഫർമേഷൻ ഓർഡർ, അത് ആ സാഹചര്യങ്ങളെക്കുറിച്ച് മുമ്പ് പല എപ്പിസോഡുകളിൽ ഈ ചാനൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ബിൽഡിംഗ് റൂൾസ് എന്ന് പറയുന്ന ഫോൾഡർ, ഈ ചാനലിലെ ഫോൾഡർ പ്ലേലിസ്റ്റിൽ ബിൽഡിംഗ് റൂൾസ് എന്ന് കാണുന്നിടത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അൺഓതറൈസ്ഡ് ബിൽഡിങ്ങിൻ്റെ എല്ലാ പ്രോസസ്സും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആ അനധികൃത നിർമ്മാണം അങ്ങനെ ആണെങ്കിൽ പൊളിച്ച് നീക്കുന്നത്. ഇവിടെ പരാതിക്കാരൻ പരാതി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രൊവിഷണൽ ഓർഡർ കൊടുത്തു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ എതിർകക്ഷി കൊടുത്ത മറുപടി ആകാം, രണ്ടുപേരെയും ഹിയറിങ്ങിന് വിളിച്ചിട്ടുണ്ട്. ഹിയറിംഗ് വിളിച്ച് ഏകദേശം 2-3 മാസമായിട്ട് നടപടിയൊന്നും ആയില്ല, തുടർ നടപടിയൊന്നും ആയിട്ടില്ല. അങ്ങനെ ആകാത്തത് കൊണ്ട് ഈ ബന്ധപ്പെട്ട പരാതിക്കാരൻ തന്നെ മതിലിനോട് ചേർന്നാണ് ഇയാൾ കെട്ടിയിരിക്കുന്നത്, പൊളിച്ചു മാറ്റണം എന്ന് കാണിച്ചുകൊണ്ട് പരാതി കൊടുത്ത വ്യക്തി ഈ ഓഫീസിൽ പോയപ്പോൾ ഈ ഫയൽ കൈകാര്യം ചെയ്യുന്ന ക്ലർക്ക് അദ്ദേഹത്തിനോട് കൈക്കൂലി ചോദിച്ചു. കൂടുതലൊന്നും ചോദിച്ചില്ല കേട്ടോ, 1000 രൂപയെ ചോദിച്ചോളൂ. കൈക്കൂലി 100 ആണെങ്കിലും 10 ആണെങ്കിലും 50 ആണെങ്കിലും 1000 ആണെങ്കിലും 1 ലക്ഷം ആണെങ്കിലും അത് കൈക്കൂലി തന്നെയാണ്. അദ്ദേഹം ഇത് ആവശ്യപ്പെട്ടപ്പോൾ പിറ്റേന്ന് തരാമെന്ന് പറഞ്ഞ് ഈ പരാതിക്കാരൻ പോവുകയും പരാതിക്കാരൻ വിജിലൻസിന് പരാതി നൽകുകയും വിജിലൻസ് നൽകിയ നിർദ്ദേശമനുസരിച്ച് അദ്ദേഹം ഈ കക്ഷിക്ക് 1000 രൂപ ഓഫീസിൽ കൊടുക്കുകയും അത് വാങ്ങുകയും ചെയ്തത് കയ്യോടെ വിജിലൻസ് പിടികൂടി അറസ്റ്റ് ചെയ്തു. പുള്ളിയെ നാളെയോ മറ്റന്നാളോ അല്ല, ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ്, മിക്കവാറും കോടതിയിൽ ഹാജരായി കാണും, കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കാം. അപ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചില ആളുകൾ ധൈര്യം കാണിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഉദ്യോഗസ്ഥൻ കുറച്ചെങ്കിലും ഭയത്തോടുകൂടി ഡിസർവിങ് കേസുകളിലെങ്കിലും നടപടി സ്വീകരിക്കുന്നത്. ഒരാൾ തൻ്റെ വീടിനോട് ചേർന്ന് അനധികൃത നിർമ്മാണം നടത്തുന്നുണ്ടെങ്കിൽ അതിന് പരാതി കൊടുക്കേണ്ട സ്ഥലത്ത് ആ ക്രമമനുസരിച്ച് പരാതി കൊടുത്താൽ നടപടിയെടുക്കേണ്ട ആളുകൾ അത് നടപടിയെടുക്കുന്നതിന് വേണ്ടിയാണ് കാശ്. അപ്പോൾ അത് കുറച്ച് ക്രൂരതയാണ്. പരാതിക്കാരനിൽ നിന്നും വരെ കാശ് വാങ്ങുന്നു എന്നുള്ളതാണ്. ഫയൽ വേഗത്തിൽ നീക്കാൻ കാശ്, ഫയലിൽ അനുകൂലമായ നടപടി എടുക്കാൻ കാശ്. ഇത് വളരെ ഒരു മ്ലേച്ഛമായ ഒരു അവസ്ഥയിലേക്ക് ഇത് ഒന്നൊന്നുമല്ല കേട്ടോ. ഒരുപാട് കേസുകൾ ഇതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടേക്ക് ചെയ്യുന്നത് കക്ഷികൾ കാശ് ആവശ്യപ്പെടുമ്പോൾ, അനധികൃതമായി അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ഒപ്പം ശമ്പളം കൂടി ആവശ്യപ്പെടുമ്പോൾ അതിനനുസരിച്ച് ചില ആളുകൾ വഴങ്ങിക്കൊടുക്കും. അവർ എന്ത് ചെയ്യും? അവരുടെ കാര്യം നടത്തി കിട്ടാൻ വേണ്ടി. അത് അനധികൃതമായ കാര്യമായിരിക്കും. ബിൽഡ് റൂൾ വയലേറ്റ് ചെയ്യുന്ന ഒരു കെട്ടിടം, ആ വയലേഷനെ മുക്കിക്കളയാൻ വേണ്ടി, വയലേഷനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടി കാശ് കൊടുക്കുന്ന ആളുകളുണ്ട്. ഇല്ലെങ്കിൽ കെട്ടിടത്തിന് നമ്പർ കിട്ടില്ല, പ്രശ്നമാകും, പൊളിച്ചു കളയേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യും? കാശ് കൊടുക്കും. പെർമിറ്റ് കൊടുക്കാൻ കഴിയാത്ത ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിന് പെർമിറ്റ് കിട്ടുന്നതിന് വേണ്ടി കാശ് കൊടുക്കും. ഇതൊക്കെ മറ്റൊരു കാര്യം. അത് ശരിയെന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഒരു ചെയിൻ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ വീടിനോട് ചേർന്ന് ഒരാൾ, മതിലിനോട് ചേർന്ന് ഒരാൾ അനധികൃതമായ ഒരു കെട്ടിടം വെച്ച് കെട്ടിയാൽ ഇയാൾക്ക് ലൈറ്റില്ല, ഇയാൾക്ക് എയറില്ല, വായുസഞ്ചാരവും വെളിച്ചവും ഒന്നും കിട്ടുന്നില്ല. ഇയാളുടെ പ്രൈവസിയാണ് നഷ്ടപ്പെടുന്നത്. ഒരാളുടെ പ്രൈവസി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് ബിൽഡിംഗ് റൂൾ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പരാതിക്കാരൻ്റെ ഫയൽ വേഗത്തിലാക്കി തരാം, മറ്റേ ആളിനെതിരെ ഈ
ബിൽഡിംഗ് അൺഓതറൈസ്ഡ് ആയിട്ട് കെട്ടിയ ആളിനെതിരെയുള്ള നടപടിക്ക് വേഗം കൂട്ടാനാണ് കാശ് ചോദിച്ചതും പിടിയിലായതും. ഇത് കേൾക്കുന്ന ഉദ്യോഗസ്ഥർ ഒന്ന് ശ്രദ്ധിക്കുക. വെറും 1000 രൂപയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ സർവീസിൽ ഇദ്ദേഹത്തിന് ഇനി ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുക. വിജിലൻസ് കേസാണ്, ഇനി വിജിലൻസ് കോടതിയിൽ ഹാജരാകണം. എത്ര നാൾ ഇദ്ദേഹം വിജിലൻസ് കോടതിയിൽ കയറിയിറങ്ങും? സസ്പെൻഷൻ ഓർഡർ ഇറങ്ങിക്കാണും, സസ്പെൻഷനിൽ നിൽക്കും, നാട്ടുകാർ മുഴുവൻ അറിയും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പിടിക്കപ്പെടുമ്പോൾ അപ്പം തന്നെ മീഡിയാസെത്തും, വിഷ്വൽ മീഡിയയിൽ വരും. പലരും മുഖം പൊത്തിപ്പിടിച്ചിട്ടാണ് വിഷ്വൽ മീഡിയയുടെ മുമ്പിൽ തൻ്റെ മുഖം ആരും കാണാതിരിക്കാൻ പൊത്തിപ്പിടിക്കുന്നത്. കാണേണ്ടവർ കാണും, അറിയേണ്ടവർ അറിയും എന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് മാത്രമായിട്ടുള്ള ഒരു എപ്പിസോഡ് എന്നുള്ള നിലയിലല്ല, പരാതി കൊടുത്ത ആരെങ്കിലും, പരാതിയുടെ കാര്യത്തിൽ മാത്രമല്ല ഏത് കാര്യത്തിനും അനധികൃതമായി അർഹമായി നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കാര്യം, ആ അർഹത നിങ്ങൾക്ക് അംഗീകരിച്ച് തരാതെ അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് കാശ് ചോദിക്കുന്നത് തീർച്ചയായും നിങ്ങൾ ബന്ധപ്പെട്ട വിജിലൻസിനെ അറിയിക്കണം. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, കുറച്ചാളുകളെങ്കിലും ഇക്കാര്യത്തിൽ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ ഈ നാട്ടിൽ കുറേയൊക്കെ നന്മ നടക്കും എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ എപ്പിസോഡ്. നന്ദി.